ചെറിയൊരു കാര്യം ഖുർആൻ പറയുന്നത്, പക്ഷെ അതൊരു വലിയ വിഷയമാണ്. ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞ വിഷയം, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണമേ. വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഏറ്റവും വലിയ വിജയം അവർക്കല്ലയോ ഉണ്ടായത്. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചവർക്ക്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ജീവിച്ചവർക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ഓരോ വർഷവും അള്ളാഹു നമുക്ക് നൽകുന്ന സംസ്കരണ പ്രക്രിയയുടെ മാസമാണ് പരിശുദ്ധ റമളാൻ. ആ മാസം വന്നെടുക്കുകയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഇതാ ആസന്നമായിരിക്കുന്നു. അല്ലദീ, ആ മാസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഉൻസില ഫീഹിൽ ഖുർആൻ. മനുഷ്യരാശിക്ക് ആകാശലോകങ്ങളുമായി കയറിപ്പിടിക്കാൻ, ആകാശലോകത്തേക്ക് എത്തി നോക്കാൻ, സൃഷ്ടാവിനോട് സംവദിക്കാൻ, സൃഷ്ടാവ് നമ്മളോട് സംവദിച്ചതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക് അല്ലാഹു ഇറക്കി വെച്ചത് വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിലാണ്. എന്നാൽ റമളാനിൽ തന്നെയാണ് ആ വചനങ്ങൾ ഭൂമിയിലേക്ക്, പരിശുദ്ധ ഹിറാ ഗുഹയിലേക്ക് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നതും. റമളാനിൽ ഇറങ്ങിയതാണ് ഖുർആൻ. അതുകൊണ്ട് റമളാനിന് പ്രത്യേകതയുണ്ട്. റമളാനിന്റെ പ്രത്യേകത ഒരു ഗ്രന്ഥം ഇറക്കിത്തന്നു എന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് കുറെ അത്ഭുത സിദ്ധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളോ കാണിച്ചിട്ടല്ല. നമ്മുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്താണ്? ഇന്നും ഹബീബിന്റെ മുഅ്ജിസത്തായി ബാക്കി നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ. ഖുർആനോ അതൊരു ഗ്രന്ഥമാണ്. വായിച്ചാൽ തീരാത്തത്, പഠിച്ചാൽ അവസാനിക്കാത്തത്, റിസർച്ചുകൾ ചെയ്താൽ തീരാത്തത്, ഒരിക്കലും വായിച്ചു മടുക്കാത്തത്, ആശയങ്ങളുടെ വൈപുല്യം കൊണ്ട് അതിന്റെ അറ്റമേതാണെന്ന് ഖുർആൻ ആസ്വാദകർക്ക് ഇന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജ്ഞാനത്തിന്റെ അനന്തസാഗരം. ആ ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇറക്കിത്തന്ന മാസം ഇതാണ്. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾ നോമ്പെടുക്കണം. വിജ്ഞാനവുമായിട്ടാണ് അല്ലാഹു നമ്മളെ ബന്ധപ്പെടുത്തിയത്, അറിവുമായിട്ടാണ്. പഠിക്കണം എന്നായി പറയുന്നത്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. നോമ്പെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളും നോമ്പെടുക്കണേ. രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ മറ്റേതെങ്കിലും ഒരു കാരണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റാത്തവർ അതിന്റെ പ്രായശ്ചിത്തം ചെയ്യണം. റമളാൻ ഖളാ വീട്ടേണ്ടവർ വീട്ടുകയും വേണം. ആ കൃത്യമായ മാസം മുഴുവൻ നിങ്ങൾ നോമ്പെടുക്കണം. ഇത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. വലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം, പടച്ചവൻ ആരാണ് അല്ലാഹു എന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലേക്ക് അല്ലാഹുവിന്റെ മഹത്വം അറിയാൻ വേണ്ടി ഇതിനാ നോമ്പെടുക്കാൻ പറഞ്ഞ പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പിന്റെ കാഠിന്യം അറിയാനല്ല. അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കണ മുസ്ലിമീങ്ങളോട് നിങ്ങൾ നോമ്പെടുക്കണ്ടെന്ന് പറയില്ലേ? അവരേതായാലും പട്ടിണിയില്ലല്ലേ, പിന്നെ എന്തിനാ? പട്ടിണിയുടെ കൈപ്പേറിയ അനുഭവം എന്താണെന്ന് അവർക്ക് അറിയാലോ, പിന്നെ എന്തിനാ അവരെ കൊണ്ട് വീണ്ടും നോമ്പെടുപ്പിക്കുന്നത്? അതല്ല അതിന്റെ ലക്ഷ്യം. നോമ്പിന്റെ ലക്ഷ്യം അള്ളാഹനെ ഭയപ്പെടലാണ്. അള്ളാഹ് ഹറാമാക്കിയത് നിങ്ങൾക്ക് എന്താ ഒഴിവാക്കാൻ പ്രയാസം? എന്നാൽ ഈ റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക് മുമ്പ് ഹലാലായിരുന്നത് ഹറാമ് പോലെ നിങ്ങൾ കാണേണ്ടി വരും. വെള്ളം റമളാനിന്റെ പകലിൽ ഒരു നോമ്പുകാരൻ കുടിക്കൽ ഹറാമാണ്. നോമ്പ് തുറന്ന കുടിച്ചോട്ടെ, ഹലാലാണ്.
ഇത് നിങ്ങളെ പഠിപ്പിക്കാനാണ് 1 മാസം അല്ലാഹു നിങ്ങൾക്ക് ആയുസ്സിൽ അവസരം നൽകുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരായത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയാണിത്. ആ ശേഷം വരുന്ന ആയത്താണ് ഏറ്റവും മനോഹരം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. പൊന്നാര നബിയേ, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണേ, ഞാൻ അരികത്തു തന്നെയുണ്ട്, ഞാൻ അടുത്തന്നെ ഉണ്ട്. റബ്ബ് എവിടെയാണ്? അല്ലാഹു ഞങ്ങളെ കേൾക്കുമോ? പടച്ചവൻ ഞങ്ങളെ സ്വീകരിക്കുമോ? എനിക്ക് നന്നാവാൻ പറ്റുമോ? എനിക്കിനി നല്ല കുട്ടിയാകാൻ പറ്റുമോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? അല്ലാഹു എവിടെയാണ് എന്ന് ചോദിച്ചു വരുന്നവരോട്, പാപമോചനം ചോദിച്ചറിയുന്നവരോട്, അല്ലാഹുവിന്റെ സാമീപ്യം വേണമെന്ന് കൊതിക്കുന്നവരോട് പറയണേ നബിയേ, ഫഇന്നീ ഖരീബ്, ഞാൻ അരികത്തു തന്നെയുണ്ട്. വല്ലാത്തൊരു മറുപടിയല്ലേ അത്? എവിടെയാണ് അല്ലാഹു? എന്നെ കുറിച്ച് ചോദിക്കുന്നു വരുന്നവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഞാൻ അരികത്തു തന്നെയുണ്ട്, അടുത്തു തന്നെയുണ്ട്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഒരുക്കമായി നിൽക്കുകയാണെന്ന് നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണേ. അവരെ നിരാശപ്പെടുത്തരുത്. നിന്നെ അല്ലാഹുക്ക് വേണ്ടാന്ന് പറയല്ലേ, നിന്നെയൊന്നും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറയല്ലേ. അല്ലാഹു എല്ലാവരെയും കേൾക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും, ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് നൽകും. അതുകൊണ്ട് ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഞാൻ അവരെ സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം, അവർ എനിക്ക് ഉത്തരം നൽകണം. ഞാൻ അവരോട് ചോദിച്ചത് അവരെനിക്ക് ഉത്തരം നൽകണം. എന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ അവർ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് എല്ലാം അപ്പ് ചെയ്ത് അവരെന്റെ അരികത്ത് കിടക്കുന്ന VVIPകളായിരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞത് റമളാനിന്റെ നോമ്പിന്റെ നിയമങ്ങൾ പറഞ്ഞതിന്റെ ഉടനെയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ മാർഗം വിശുദ്ധ റമളാൻ നോമ്പെടുക്കുകയാണ്. നോമ്പ് ഒരു നന്മയുടെ വസന്തമാകട്ടെ. നമ്മളൊരു സംസ്കരണത്തിന് വിധേയമാവുകയാണ്. أيما داع دعا إلى هدى فاتبع فإن له مثل أجور من تبعه لا ينقص من أجورهم شيئا. ഹദീസ് പണ്ഡിതനായ അല്ലാമ ഇബ്നു മാജഹ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സുനനിൽ വന്നിട്ടുള്ള ഹദീസാണത്, സ്വഹീഹായ ഹദീസ്. അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദൻ ഫത്തുബിഅ. നിങ്ങളൊക്കെ വീട്ടിലെ മുതിർന്നവരോ പഠിച്ചവരോ വിദ്യാഭ്യാസമുള്ളവരോ അറിവുള്ളവരോ ആണ്. നമ്മുടെ വീടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവർക്ക്, ജ്ഞാനം കുറഞ്ഞവർക്ക്, ദീനിന്റെ വിവരം ഇല്ലാത്തവർക്ക് ദീനിന്റെ വിവരങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് അവരൊക്കെ അനുസരിക്കുകയോ അതനുസരിച്ച് നിസ്കാരം തുടങ്ങുകയോ ഖുർആൻ ഓതാൻ തുടങ്ങുകയോ നോമ്പെടുക്കാൻ ആരംഭിക്കുകയോ ചെയ്താൽ അവര് ചെയ്ത പ്രതിഫലവും പഠിപ്പിച്ച നിങ്ങൾക്ക് അല്ലാഹു നൽകും. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. നിങ്ങൾ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് അവരുടെ പ്രതിഫലം ഒരൽപ്പം പോലും കുറയാതെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. അതുപോലത്തെ പ്രതിഫലം. നമ്മുടെ നന്മകൾ എങ്ങനെ ഡബിളാക്കാം എന്ന് ആലോചിക്കേണ്ട സമയമാണ് റമദാൻ. അതിലേറ്റവും ആദ്യം നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, ഒരു ദുആ ഒതന്റിക് ആവണേ. ഈ യൂട്യൂബിൽ കാണുന്നതും ഓരോരുത്തർ വിളിച്ചു പറഞ്ഞതും ഇങ്ങനെ ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് ഒതന്റിക് ആണോ, അത് ഉള്ളത് തന്നെയാണോ, അത് പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ എന്നൊക്കെ ഒന്ന് അറിയണം. വളരെ റിലയബിൾ സോഴ്സുകളിൽ നിന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം.
നിങ്ങൾക്ക് ബോധ്യമുള്ളൊരു നന്മയാണ്. ആ നന്മ 4 ആൾ ഒരു കുടുംബ ഫാമിലിയാണ്, അറിയിച്ചു കൊടുക്കാം. സ്വലാത്ത് ചൊല്ലല്ലേ, ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു, ഒരു ദിക്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആരൊക്കെ അത് ചൊല്ലുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി നിങ്ങൾക്കും കിട്ടും. സുബ്ഹാനല്ലാഹ്. മനിസ്തസന്ന ഖൈറൻ ഫസ്തുന്ന ബിഹി കാന ലഹു അജ്റുഹു കാമില. നിങ്ങളുടെ വീടുകളിൽ ഒരു നല്ല ചര്യ നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഈ റമളാനിൽ നോമ്പ് തുറക്കാൻ, അത്താഴത്തിന്, ഇത് രണ്ടും മുസ്ലിം ലോകം ഒരുമിച്ച് എല്ലാ വീടുകളിലും നാടുകളിലും പള്ളിയിലാണെങ്കിലും ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇത്. വളരെ വലിയൊരു യൂണിഫോമിറ്റി ഉണ്ട് അവിടെ. നോമ്പ് തുറക്കുകയാണെങ്കിൽ എല്ലാവരും ആ വാങ്കിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നൊരു സമയമുണ്ട് അല്ലേ. വാങ്കൊടുത്ത എല്ലാവരും നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില നാടുകളിൽ ചിലത് കാണാറുണ്ട്. ഇവിടെ കയറാടിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പുറപ്പുറമൊക്കെ പല സംഘടനകളുടെ പള്ളികളുണ്ടാവും. അപ്പോൾ കുറച്ച് വളവന്മാർ 1 മിനിറ്റ് നേരത്തെ വാങ്ങിക്കൊടുക്കും. നമ്മൾ കുറച്ച് ഓഡിയൻസ് പോലെ ഇപ്പം പോരുമല്ലോ, വാങ്ങിക്കൊടുത്ത് തിന്നു. അതുവരെ സൂക്ഷ്മതയിൽ പോകും. റമളാനായാൽ അത്താഴത്തിൻ്റെ വാങ്ക് 1 മിനിറ്റ് വൈകി കൊടുക്കും, നോമ്പുറക്കണ 1 മിനിറ്റ് മുമ്പും കൊടുക്കും. എടാ നോമ്പൊറ്റല്ല, നോമ്പൊക്കെ ഫസാദാക്കുക. സൂക്ഷ്മത എപ്പോഴും നല്ലതല്ലേ. എന്തിനങ്ങനെ ഫസാദാക്കേണ്ട കാര്യം? 1 മിനിറ്റ്, ബാക്കി എല്ലാ വാങ്കും ഒരേ സമയത്ത് 5:35 അത്താഴ നേരത്തെ ഒരുത്തൻ്റെ വാങ്ക് 5:37. 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ള കഴിക്കാം. നോമ്പ് തുറക്കണത് അങ്ങനെ എല്ലാവരും 6:35 നോമ്പ് തുറക്കുമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരാൾ 6:34 വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മളൊരു വഹദത്തിൻ്റെ ഒരു ഒരുമ, ഈ ഉമ്മത്തിൻ്റെ ഒരുമ എന്ന് പറഞ്ഞ ഭയങ്കര അല്ലാഹുവിൻ്റെ റസൂലിന് അത് ഇഷ്ടമാണ്. അത് നശിപ്പിക്കരുത്. അത് നശിപ്പിക്കാൻ കുറേ ശൈത്താന്മാർ വരും. നശിപ്പിക്കാൻ വിടരുത്. നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ആ നേരത്തൊരു ചര്യ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. വീട്ടിലെ പെണ്ണുങ്ങൾ മാഷാ അല്ലാഹ്, അവർക്ക് കിട്ടുന്ന കൂലി പറയാനില്ല. ആരൊക്കെ നോമ്പ് തുറക്കുന്നുണ്ടോ ആ വീട്ടിലെ വാപ്പാന്റെ നോമ്പിന്റെ കൂലി, ആ വീട്ടിലെ ഉമ്മാന്റെ നോമ്പിന്റെ കൂലി, കാക്കാന്റെ മക്കൾ നോമ്പോറ്റ കൂലി, ഇതൊക്കെ ഈ പത്തിരിയും കറി ഉണ്ടാക്കി പെണ്ണുങ്ങൾ കിട്ടില്ലേ. ആ വീട്ടിൽ ആരാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവർക്ക് ഒരൊറ്റ നോമ്പിന് ഒരു 30 ആൾ നോമ്പുറക്കാൻ വന്നാൽ 1 മാസത്തെ നോമ്പിന്റെ കൂലി 1-ാം നോമ്പിന് പെണ്ണുങ്ങൾ കിട്ടും. നീ ബാക്കി നോമ്പൊക്കെ കണ്ടിരിക്കണ്ടേ. കൂലിനെ പറ്റിയാ പറഞ്ഞ. നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ, ഒരാൾക്ക് നോമ്പ് തുറക്കാൻ സമയം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് കിട്ടുന്ന. പാവങ്ങളാണ് പെണ്ണുങ്ങൾ, അവരൊരുപാട് കഷ്ടപ്പെടും. നമ്മളൊക്കെ ചിലപ്പോൾ മൂലൊക്കെ പോയി കിടന്നുറങ്ങിയെന്ന് വരും. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ? നേരെ ആകുമ്പോൾ നോമ്പുറക്കുന്ന സാധനം ഉണ്ടാക്കണ്ടേ. അതിലൊക്കെ കുട്ടികൾ കരയും. അതിലൊക്കെ മദ്രസ ഉണ്ടാവും, മദ്രസ പൂട്ടില്ലേ, സ്കൂളുണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടാകും, മക്കളെ ഒരുക്കണം, പോകണം, ആളുകൾ വരുന്നു പോകുന്നു, അപ്പോഴേക്കൊരു കുട്ടിയെ ഹോസ്പിറ്റലായിട്ടുണ്ട്. ഇതൊക്കെ നോക്കണ്ടേ. അവരോടൊക്കെ ഒന്ന് മയത്തിൽ പെരുമാറിക്കോളി. അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടും. മനുഷ്യന്മാർക്ക് സന്തോഷം കൊടുക്കലാണ് ഈ ലോകത്തെ ഏറ്റവും ഖൈറായ അമലെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും അഫ്ളലുൽ അഅമാൽ, ഖൈറുൽ അഅമാലി ഇല അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അല്ലാഹുവിന് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് സന്തോഷമുള്ള കാര്യം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടുകാരാണ് ആ സന്തോഷം അനുഭവിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം. ഈ വെറുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ പണിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വേല പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേല കേൾക്കാത്തവർക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ വേല കേൾക്കുകയും ദീനറിയുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വേണ്ടേ? നമ്മൾ കുഴപ്പക്കാരാവരുത്. കുഴപ്പങ്ങളെ പരിഹരിക്കാൻ, നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിയുന്നവരാവുക, അല്ലേ? അപ്പോ നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. എത്ര പേർക്കറിയാം? ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 10, 15, 20 മിനിറ്റ് സമയം, ആ സമയത്ത് ദുആ ചെയ്താൽ ദുആന് ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുറക്കാൻ അത്യാവശ്യം വേണ്ട ഈത്തപ്പഴവും വെള്ളവും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാൻ, കുട്ടികളൊക്കെ എടുത്ത് കുടിച്ചോ, പാവങ്ങളല്ലേ, ആ ഒരു വൈകുന്നേരം വരെ നോമ്പെടുത്ത മക്കളാണെങ്കിൽ. അപ്പോ അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ വീട്ടുകാർ ഒരുമിച്ചിരിക്കുക, ഒരു സൊഫായിട്ടിരിക്കുക.
നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താഴെ ഇരുന്ന ഭക്ഷണം കഴിക്കൽ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ആ സുന്നത്ത് നമ്മുടെ നാടുകളിൽ ഒരുപാട് ഹയാത്താക്കിയ ഒരു മഹാനുണ്ടായിരുന്നു, മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അള്ളാഹു മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു വീട്ടിൽ വന്നാലും ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല, താഴെ ഇരുന്ന് ഒരു വലിയ തളിക കൊണ്ടുവന്ന് ആ തളികയിൽ എല്ലാവരും ഒരുമിച്ച് കൈവച്ച് കഴിക്കണം. അതാണ് സുന്നത്ത്. മഹാനുകൾക്ക് അതാണ് ഇഷ്ടം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതാണെന്ന് പറയും. അത്തരം സുന്നത്തുകളൊക്കെ ഈ റമളാനിൽ നമുക്കങ്ങ് ഹയാത്താക്കിയാലോ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്.